സ്വാതി സപ്പോർട്ട് ഉണ്ട്. എടാ അത് പോട്ടെ, ആരെങ്കിലും കളിയാക്കാൻ വേണമെന്ന്. അല്ല, കടലക്കറിക്ക് എന്താ സംഭവിച്ചതെന്നും കൂടി പറ, എന്നിട്ടല്ലേ ബാക്കി അല്ലേ ഷഹീർക്ക? കടലക്കറിക്ക് പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നുന്നു അവന് മുളക് പൊടി ഇട്ടത് കുറച്ച് കൂടിയിട്ടുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല തോന്നുന്നു. കിളികളുടെ വിധി, പാവം. അല്ല, കിളികൾക്ക് കുഴപ്പമില്ല. നമ്മളെ പോലുള്ള ഇവന് അങ്ങനെ മുളകും കാര്യങ്ങളും അധികം കഴിക്കില്ല. എരിവ് അത്രത്തോളം ഇതൊന്നല്ല. അതാണ് സംഭവിച്ചിട്ടുള്ളത്. വേറെ പ്രത്യേകം അവൻ പറഞ്ഞ കണക്കിന് അത് പെർഫെക്റ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ആഷ് ഞാൻ വന്നിട്ടുണ്ട്, വരുമെന്ന ഹായ് വാർത്ത ഇക്കാന്ന് പറയുന്നുണ്ട്. ആഷ് ഹായ്. തിരികെ അത് കാറ്റിനുള്ളതാണ്. തിരികെ ഞാൻ വരുമെന്ന ഹായ് ഇക്കാന്ന് ചോദിച്ചിട്ട് നമ്മുടെ ആഷ് തിരികെ എത്തിയിട്ടുണ്ട് കേട്ടോ. കാറ്റ്, ആഷിനെ അറിയോ? കാറ്റ് ഇല്ല നാദിര, എനിക്ക് ആ ആഷ് സോങ് അറിയില്ല കേട്ടാ. സ്വാതി നമ്മുടെ ആ സോങ് അറിയില്ല? തിരികെ നീ വരുമെന്ന വാർത്ത കേൾക്കാനായി ഞാനും കൊതിക്കാറുണ്ടെന്നും. ഗ്രാമം കൊതിക്കുന്നുണ്ടെന്നും. അതല്ലേ എനിക്ക് ആ ഒരു വരി അതെ അതെ, അറിയുള്ളൂ. അത് ടുഗദർ. തന്നെയാണ്. ആരാണ് ടുഗദർ എന്ന് ചോദിക്കുന്നത് ആഷ്. അത് നമ്മുടെ കാറ്റ് ലവർ ആണ്. താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ചാനലാണ്. ആ ചാനലിൽ കയറിയാല് നമ്മുടെ കാറ്റിന്റെ നല്ല നിനക്ക് നീ ആ പൂച്ചയുടെ ഒപ്പം പാടിയിട്ടുള്ള ആ പാട്ടൊന്നും ഇവിടെ പാടിക്കൊടുത്തേ. അത് ഏത് പാട്ടായിരുന്നു ഓർക്കണ്ട? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു മെസ്സേജ് ഒന്ന് ഫോർവേഡ് ചെയ്തിട്ട്, നിങ്ങൾക്കല്ല, എന്റെ വർക്കിന്റെ സെക്കൻഡ് ഇട്ടാ. ആഷ് ഹായ് കാറ്റ് ലവർ. ആഷ് ഞാൻ അമീനെ, ആദ്യമായിട്ടാണ് ഇതില് ആഷിനെ ആ ഞാൻ ഐഡി റൈറ്റ് കാണുന്നത്. മാർക്ക് കാണുന്നില്ലടാ. അത് മാത്രം മറ്റേ ഫസ്റ്റ് ചെയ്തത് അതേപോലെ കോപ്പി വെച്ചോ. ഒരു കോപ്പി എടുത്തിട്ട് ആ റൈറ്റ് മാർക്ക് കാണുന്നതിന് മാത്രം ഒന്ന് ബ്ലൂ കളർ ആക്കിയിട്ട് ഒന്ന് അയക്കാൻ പറ്റുമോ? ഒരു റോയൽ ബ്ലൂ ഇട്ടാൽ മതി. അതില് നേവി ബ്ലൂവിൽ വിസിബിൾ ആവുന്ന രീതിയിലുള്ള ഒരു ബ്ലൂ ഇട്ടിട്ട് ഒന്ന് അയക്കാൻ പറ്റുമോ? കടലക്കറി ഉപ്പ് കൂടി നാദിർ യെസ് എന്ന് പറയുന്നത്. ഉപ്പ് കൂടിയതിന് എത്രയോ മാർഗങ്ങൾ ഉണ്ടായിരുന്നിട്ടാ. ഉപ്പ് കൂടി കഴിഞ്ഞാൽ കടലക്ക് പ്രശ്നമല്ല, കടലയുടെ ഉള്ളിലേക്ക് ഉപ്പ് കയറില്ല. അതൊരു സംഭവമാണ്. നമ്മുടെ കടലക്കറി ഒക്കെ വെക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കടലക്കറിയിൽ ഉപ്പ് കൂടിയാലും മസാലക്ക് മാത്രമേ ഉപ്പ് ഉണ്ടാവുള്ളൂ. കടലക്ക് വലിയ പ്രശ്നം വരില്ല. ഓവർ കടല നല്ല ഉണ്ടെങ്കിലല്ലേ രീതിയിൽ, കടലക്ക് പിടിക്കുള്ളൂ. അതെ, കടല ഒന്ന് നല്ല രീതിയിൽ കഴുകി എടുത്തു കഴിഞ്ഞാൽ കടല മാത്രം നമുക്ക് ചാറ്റ് മസാല ഇട്ടിട്ട് വെറുതെ ഉള്ളിയും മുളകും ഇങ്ങനെ കൊത്തിയരിഞ്ഞിട്ടിട്ട് അതും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടാ. മൈന വന്നിട്ടുണ്ട്. മൈനക്ക് മലയാളം പറയാൻ മാത്രമേ അറിയുള്ളൂ കേട്ടാ. എഴുതാനും ആണോ വായിക്കാനും അറിയില്ല. മൈനപ്പ? മൈന മലയാളി അല്ല? കൊടകുകാരിയാണ്. എവിടെ? മംഗളൂര് ആ ആ ആ ആ ആ. ലൈവ് ഒക്കെ ചെയ്യുന്ന ആളാണ് മൈന. നമ്മുടെ കാറ്റ് ലവർ അവിടെ പിൻ ചെയ്ത് വെച്ച ചാനലാണ് നമ്മളോടൊപ്പം ഉള്ളത്. മൈന ഹായ്. നമ്മളോടൊപ്പം ഉള്ളത് കാറ്റ് ലവർ ആണ്. ഞാൻ കാറ്റ് ലവറിന് ആ പാട്ടൊന്ന് പറഞ്ഞു തരാം കേട്ടോ, കാറ്റ് ലവർ ഏതാണെന്നുള്ളത്. അതുവരെ എന്ത് കാറ്റ് പറഞ്ഞാൽ ലവർ അതാണ്? ഏതാ? എന്ത് പറഞ്ഞാൽ അതാണാ? എന്ത് പറഞ്ഞാലും നീ എന്റെ, അതെല്ലാം തോന്നുന്നു. ഞാനിപ്പോ പറഞ്ഞുതരാം നിനക്ക്. ഒരു മിനിറ്റ്. ഉപ്പ് മാത്രമല്ല, അത് കഴിക്കാൻ കൊള്ളാത്ത അവസ്ഥയിലായി. മുളകും കൂടുതലായിരുന്നു. കിളിയുടെ വിധി, പാവം കിളികള്. ഇനി ആ പൂച്ച കിളികൾ ആ പരിസരത്തേക്കേ വരൂല. പൂച്ചയുടെ ഒപ്പം രണ്ട് പാട്ടുണ്ട്. ഒന്ന് പറക്ക. അന്നും ഞാൻ ഉറങ്ങുമ്പോൾ കനവുകളിൽ നീ മാത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുണ്ട്. ഉണരുമ്പോൾ നിൻമുഖം. അത് ആ, മിഴിരണ്ടിലല്ലേ? മിഴിരണ്ടിൽ. അതെ 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 അതെ. ഒരു മിനിറ്റ്. എന്നെ എല്ലാവരും സബ്ബാക്കുമോ ഫ്രണ്ട്സ് എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് മൈന കമന്റ് ഇട്ട് വെച്ചോ. നമ്മളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഓരോ കമന്റ് കൊടുത്തോ. ഓടിച്ചെന്ന് ആദ്യം ആരും കൂട്ടാക്കണ്ട. എല്ലാവരോടും പറയുന്നു, 2, 3, 4 ഷോർട്സുകൾ കണ്ടതിന് ശേഷം പഴയതുപോലെ എല്ലാം നല്ലോണം സ്പാമായി പോകുന്നുണ്ട് ഇപ്പോഴത്തെ എല്ലാ സബും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാവുന്ന മൈൻഡോടെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓടിച്ചെന്നിട്ട് കൂട്ടാക്കി കൂടേണ്ട ഒരു കാര്യമില്ല. എല്ലാവരും കണ്ട് പരസ്പരം മിങ്കിളായതിനു ശേഷം മാത്രം കൂട്ടാക്കിക്കോട്ടാ. കാരണം മിഴിരണ്ടിൽ ഞാൻ പാടാം. ഓക്കെ. ഇപ്പൊ വന്നേക്കണോര് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ക്ഷമിക്കട്ടാ. ഇവിടെ വലിയ പ്രശ്നങ്ങളേ ഇല്ല. പാട്ടുകാരനാണ് നാദിർ, ഞാൻ കേട്ടിരുന്നു. നാദിറെ ഒന്ന്